മറ്റ് ഭൂരിപക്ഷം വരുന്നവർ ന്യൂനപക്ഷത്തെ അവിടെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നു. ഈ യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞ അദ്ദേഹത്തിന്റെ കോലം കത്തിക്കുകയും അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും ചെയ്യണമെന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിം ലീഗ് മാത്രമല്ല, ചില തീവ്രവാദി സംഘടനകളും ഇതിൻ്റെ പിന്നിലുണ്ട്. നമസ്കാരം. മതേതരത്തിൻ്റെ പേര് പറഞ്ഞ് വർഗീയത വിളമ്പുന്നതിന് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിക്കുമ്പോൾ അതിനെതിരെ ഹാലിളകിയിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് കൊല്ലത്തെ SNDP യൂണിയൻ കുണ്ടറ, കൊല്ലം, അതേപോലെ ചാത്തന്നൂരുള്ള യൂണിയനിലുള്ള പ്രവർത്തകരും യൂത്ത് മൂവ്മെൻറ്റ് പ്രവർത്തകരും എല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധവും ഒക്കെ നടത്തി. വ്യക്തിപരമായിട്ട് ആരെയും കോലം കത്തിക്കുകയോ ആർക്കെതിരെ ഒന്നും പറയാതെ തന്നെ, പക്ഷേ അവർ ശക്തമായ പ്രതിഷേധമാണ് ഇവിടെ യൂത്ത് മൂവ്മെൻറ്റിൻ്റെ പ്രവർത്തകർ, SNDPയുടെ യൂത്ത് മൂവ്മെൻറ്റ് പ്രവർത്തകർ അതിരൂക്ഷമായിട്ട് തന്നെ പന്തം കൊളുത്തി പ്രകടനം നടത്തുകയും വെള്ളാപ്പള്ളി നടേശനെതിരെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നതിനെതിരെയും ശക്തമായ പ്രതിഷേധമാണ് കൊല്ലം ജില്ലയിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. യൂത്ത് മൂവ്മെൻറ്റ് പ്രവർത്തകർ ആരുടെയും കോലങ്ങൾ കത്തിച്ചില്ലെങ്കിലും ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചപ്പോൾ യൂത്ത് ലീഗ് പ്രവർത്തകരും മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിമായിട്ടുള്ള സമസ്തയുടെയൊക്കെ ആൾക്കാർ വെള്ളാപ്പള്ളി നടേശൻ്റെ കോലം കത്തിക്കുകയും പ്രതികരിക്കുകയൊക്കെ ചെയ്തപ്പോൾ അവരെല്ലാം മതേതരത്തിൻ്റെ മുഖം മൂടി അണിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു കോലങ്ങൾ കത്തിക്കുകയും സമുദായം ഒറ്റക്കെട്ടാണെന്നും വെള്ളാപ്പള്ളി നടേശൻ സത്യസന്ധമായ കാര്യങ്ങൾ തുറന്നു പറയുകയാണ് ഉണ്ടായതെന്നുമാണ് ഇവിടെ യൂത്ത് മൂവ്മെൻറ്റ് പ്രവർത്തകർ നമ്മളോട് പങ്കുവച്ചത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് കൊല്ലം യൂണിയനിൽപ്പെട്ടും കുണ്ടറ യൂണിയനിലും ചാത്തന്നൂർ യൂണിയനും ഒക്കെ ആയിട്ടുള്ള യൂത്ത് മൂവ്മെൻറ്റ് പ്രവർത്തകർ വളരെ ശക്തമായ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളുമാണ് നടത്തുന്നത്. ഇത്തരത്തിൽ ഒറ്റ തിരിഞ്ഞ് വെള്ളാപ്പള്ളി നടേശനെ ആക്രമിക്കാൻ തുനിഞ്ഞാൽ എന്തും വില കൊടുത്തും അതിനെ നേരിടുമെന്നും മലപ്പുറത്തുണ്ടായ സംഭവത്തിൻ്റെ കാര്യങ്ങൾ ശക്തമായിട്ട് നട്ടലോടുകൂടിയാണ് സമൂഹത്തിൻ്റെ മുമ്പിൽ തുറന്നു പറഞ്ഞ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ മുന്നിൽ യൂത്ത് മൂവ്മെൻറ്റ് പ്രവർത്തകർ ശക്തമായിട്ട് തന്നെ അവർ അണിനിരക്കുമെന്നും അത്തരം ഒറ്റ തിരിഞ്ഞ് ആക്രമിച്ചാൽ അതിന് കൂടെ ആരും കൂട്ടുനിൽക്കത്തില്ലെന്നുമെന്നാണ് ഇവിടുത്തെ യൂത്ത് മൂവ്മെൻറ്റ് പ്രവർത്തകർ ശക്തമായ പ്രക്ഷോഭങ്ങളും സമരപരിപാടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ചാത്തന്നൂർ യൂണിയൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ ബേബി ഗോപകുമാറാണ് ഇന്നലെ അതിനുള്ള ഉദ്ഘാടനം ചെയ്തത്. യൂത്ത് മൂവ്മെൻറ്റ് പ്രവർത്തകർക്ക് ശക്തി പകരുകയും കൊല്ലം ജില്ലയിലെ പല യൂണിയനിലും എല്ലാ ശാഖാതലത്തിലും തന്നെ ശക്തമായ പ്രക്ഷോഭങ്ങളാണ് കൊല്ലത്ത് നടത്തുന്നത്. ബഹുമാനായ SNDP യോഗം ജനറൽ സെക്രട്ടറി മലപ്പുറത്ത് നടത്തിയ പ്രസംഗം വളച്ചൊടിച്ച് അതിനെ മതവൽക്കരിക്കാനുള്ളൊരു ആസൂത്രിത പരിശ്രമമാണ് മുസ്ലിം ലീഗ് അടക്കമുള്ള ചില സംഘടനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ബഹുമാനായ വെള്ളാപ്പള്ളി നടേശൻ സാമൂഹ്യ നീതിയുടെ ശബ്ദമാണ് മലപ്പുറത്ത് ഉയർത്തിയത്. അദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മലപ്പുറത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവിടുത്തെ 44% വരുന്ന ഇതര ജനവിഭാഗങ്ങൾക്ക് എല്ലാ രംഗത്തും നീതി നിഷേധിക്കുകയാണ്. ആ നീതി നിഷേധമാണ് അദ്ദേഹം അവിടെ എടുത്തു പറഞ്ഞത്. അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കുന്ന കാര്യത്തിലായാലും ജനപ്രതിനിധികളുടെ കാര്യത്തിലായാലും അടക്കം സാമ്പത്തിക രംഗത്ത് അടക്കം ഒരു വിഭാഗം അനുവദിക്കുന്ന ബുദ്ധിമുട്ടുകളുടെ വിഷമതകളാണ് അദ്ദേഹം അവിടെ സൂചിപ്പിച്ചത്. അത് സൂചിപ്പിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ കോലം കത്തിക്കുക, അദ്ദേഹത്തിനെതിരെ വ്യാജ പ്രചരണം നടത്തുക, ഇതടക്കമുള്ളവയാണ് നടത്തുന്നത്. ഈ കോലം കത്തിക്കുന്നവരോട് വേണമെങ്കിൽ ഏത് മുസ്ലിം നേതാക്കന്മാരുടെയും കോലം കത്തിക്കാൻ ഇപ്പുറത്തും ആർജവമുണ്ട്. നമ്മളിത് കാണിക്കാത്തത് ഒരു ജനകീയ പ്രക്ഷോഭണ പരിപാടി, ജനകീയ പ്രതിഷേധ കൂട്ടായ്മകളാണ് കേരളത്തിലെ എല്ലാ യൂണിയനുകളുടെയും ശാഖകളുടെയും നേതൃത്വത്തിൽ ഇപ്പോൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ മലപ്പുറത്ത് എല്ലാവർക്കും തുല്യനീതി ഉണ്ടാവണം എന്ന ബഹുമാനായ SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ ആ വാക്കുകൾ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരികയാണ് കാണിക്കേണ്ടത്. അതാണ് ആവശ്യം. അതിനുള്ള പോരാട്ടമാണ് അദ്ദേഹം തുടക്കം കുറിച്ചിട്ടുള്ളത്. കൊല്ലമാണ് ഇതിൻ്റെ ആസ്ഥാന മന്ദിരമാണ്. SNDP യൂണിറ്റിൻ്റെ മന്ദിരത്തിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഈ ആസ്ഥാന മന്ദിരത്തിൻ്റെ മുന്നിൽ ഉള്ളവരും ഇവിടെ ഈ കൊല്ലം യൂണിയനുള്ളവരും എല്ലാം തന്നെ യൂത്ത് മൂവ്മെൻറ്റേയും SNDP യൂണിയൻ പ്രവർത്തകരും എല്ലാം ശക്തമായി എന്ത് പ്രതിസന്ധികളും എന്ത് ആശയക്കുഴപ്പങ്ങളും പല കാര്യങ്ങളും സമുദായത്തിന് നേടുന്ന എന്തെങ്കിലും വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ഇത്തരമൊരു കാര്യത്തിന് വെള്ളാപ്പള്ളി നടേശൻ്റെ പിന്നിൽ അവർ അണിനിരക്കുമെന്നും അതിന് ഒരു വിട്ടുവീഴ്ചയില്ലെന്നും ഇത്തരം സ്പർദ്ധ മതേതരത്തിൻ്റെ പേരും പറഞ്ഞിട്ട് നടത്തുന്ന ചില പേക്കൂത്തുകൾക്ക് അദ്ദേഹം തുറന്ന് വിളിച്ച് സമൂഹത്തിൻ്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. അത്തരം വിളിച്ചു പറയുന്നതിനെതിരെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാനോ ഒറ്റപ്പെടുത്താനോ ആരും കൂട്ടുനിൽക്കത്തില്ല. അതിന് വേണ്ടുന്ന പിന്തുണ കൊടുക്കുമെന്നാണ് കൊല്ലത്തെ വിവിധ യൂണിയനുകളിലും ശാഖാതലത്തിലുമെല്ലാം പ്രക്ഷോഭങ്ങളും സമരപരിപാടികളുമാണ്. ഇത്തരത്തിൽ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താനോ ആക്രമിക്കാനോ സമുദായം നോക്കി നിൽക്കത്തില്ല എന്നാണ് ഇവിടുത്തെ പ്രവർത്തകർ പറയുന്നത്. ശക്തമായിട്ട് കൊല്ലത്ത് നിന്നും കർമ്മ ന്യൂസിന് വേണ്ടി രാമഭദ്രൻ.